1959 EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വീഴുമ്പോൾ എനിക്ക് വയസ്സ് 8 എങ്കിലും ഞാൻ അന്നത്തെ കാര്യങ്ങൾ പലതും ഓർക്കുന്നുണ്ട്. എനിക്കറിയാം അവിടെ മന്ത്രിസഭ രൂപം കൊണ്ടത് 1957 അത് ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്. 59 സർക്കാർ വീണത് എങ്കിലും 57 മന്ത്രിസഭ രൂപീകരിച്ചു. ആ മന്ത്രിസഭ രൂപം കൊണ്ട് അന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിൽ അതിൽ ഏറ്റവും മുമ്പിൽ നിന്നത് നമ്മുടെ സീറോ മലബാർ സഭയാണ്. അടുത്തത് പിന്നെ NSS ആയിരുന്നു, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ. പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയ ബലം ഓഫ് കോഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ എനിക്ക് ഇന്നലെ പോലെ ഓർമ്മയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദികളും സഭാവിരുദ്ധരും ക്രൈസ്തവ വിരുദ്ധരും ഒക്കെയാണ് എന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണ ഒന്നിനൊന്ന് ഇവരുടെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകാൻ തുടങ്ങി. കാരണം ലാൻഡ് റിഫോം KR ഗൗരിയുടെ നേതൃത്വത്തിലാണ്. അവരായിരുന്നു ലാൻഡ് മന്ത്രി, ഓഫ് കോഴ്സ് റവന്യൂ മന്ത്രി, വാട്ടവർ. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നിയമ ഭേദഗതി അത് ക്രൈസ്തവരായ പല ജന്മിമാരെയും വളരെ അസ്വസ്ഥരാക്കി. അതുകൂടാതെ ക്രൈസ്തവരെ ഏറ്റവും ചൊടിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയുടെ പദ്ധതി, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നാഷണലൈസ് ചെയ്യുക എന്ന മുണ്ടശ്ശേരി പദ്ധതി എന്നന്ന് വിളിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ പൊതുവെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റുകാർ മെയിനായിട്ട് നമ്മുടെ സഭയെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ പള്ളിയെ ആക്രമിക്കും, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കും എന്നുള്ളൊരു പ്രചരണം കേരളത്തിൽ നടന്നിരുന്നു. എന്നാൽ അതിന് പള്ളികൾ, നമ്മുടെ ഇടവക ദേവാലയങ്ങളും അതിന് കൂട്ടുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുന്നത്. ഇന്നൊന്നും അങ്ങനെ നടക്കില്ല. അന്ന് പ്രസംഗിക്കുകയാണ്, നമ്മൾ കരുതലോടെ ഇരിക്കണം, നമ്മൾ ഏതു നേരവും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരിക്കണം, കമ്മ്യൂണിസ്റ്റുകാരെ ചെറുക്കാൻ റെഡിയായിരിക്കണം, ആയുധങ്ങൾ റെഡിയാക്കി വെക്കണം. അതനുസരിച്ച് നമ്മുടെ ക്രൈസ്തവ, അറ്റ്ലീസ്റ്റ് എൻ്റെ നാട്ടിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഈ വാരിക്കുന്തം റെഡിയാക്കി വയ്ക്കുമായിരുന്നു. 2-3 വാരിക്കുന്തങ്ങൾ, ഒരു 4 അടി നീളമുള്ള ഈ കുന്തം പോലെയുള്ള സാധനങ്ങൾ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. എൻ്റെ ഫാദർ ഒരു സ്വിച്ച് ബ്ലേഡ് അല്ലെങ്കിൽ ഒരു കഠാരി, സ്വിച്ച് ഇടുമ്പോഴത്തേക്കും തുറന്നു വരുന്ന ഒരു കടാരി വരെ എൻ്റെ അപ്പൻ അന്ന് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1958 ഒരു ചെറിയ സംഭവം ഈ വിമോചന സമരത്തിന് തിരികൊളുത്തുന്നത്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കുറച്ചൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, കുറച്ചൊക്കെ ഞാൻ ആൾക്കാരിൽ നിന്ന്, അന്നത്തെ ആളുകളിൽ നിന്നും പറഞ്ഞു കേട്ട് എനിക്ക് മനസ്സിലാക്കിയ സംഗതിയാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമോചന സമരം എന്ന് പറയുന്നത്, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്നാണ്. പക്ഷേ സത്യത്തിൽ അതല്ല. അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് കാലടി അടുത്ത് കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ ഒരു പള്ളിയിലാണ് സംഭവം നടന്നത്. പള്ളിയുടെ തൊട്ടടുത്ത് അങ്ങാടിക്കടുത്ത് തന്നെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിച്ചുകൊണ്ടിരുന്ന 2 പേര്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ ഈ വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് എന്തോ ആർഗ്യുമെൻ്റ് ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അങ്ങനെ വെള്ളം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് സംഗതി ഉന്തും തള്ളിലുമായി അവസാനിച്ചു. ഉന്തും തള്ളും വന്നപ്പോഴത്തേക്കും ആൾക്കാർ ആകെ ബഹളം കൂട്ടി, ഇതേ കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനിയെ തല്ലി എന്നുള്ളൊരു ന്യൂസ് അങ്ങ് പരക്കുകയാണ് ചെയ്തത്. ആ ന്യൂസ് പരന്ന പാടെ, ഇത് വൈകുന്നേരം ഒരു 6 മണി സമയത്താണ്, ഈ ന്യൂസ് പരന്ന പാടെ കൈപ്പട്ടൂർ പള്ളിയിൽ കൂട്ടമണി അടിക്കുകയാണ്. മനസ്സിലാക്കണം. അപ്പോൾ അന്ന് അച്ഛന്മാർ, പള്ളികളിൽ വികാരി അച്ഛന്മാർ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ പള്ളിയിൽ കൂട്ടമണി അടിക്കും. കൂട്ടമണി അടിച്ചിട്ടുണ്ടെങ്കിൽ സഭാസ്നേഹമുള്ള, സഭാവിശ്വാസമുള്ള മക്കളെല്ലാവരും പള്ളിയിൽ പാഞ്ഞെത്തണം. കാരണം അത് ആക്രമണത്തിൻ്റെ തുടക്കമായിരിക്കും, അപകട സൂചനയാണ് ഈ പള്ളിമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കൈപ്പട്ടൂർ പള്ളിയിൽ കൂട്ടമണി അടിക്കുന്നത്. ഉടനെ മണി കേട്ടതേ പാടെ ആൾക്കാർ ഭക്ഷണം കഴിച്ചിരുന്നത് വൈകുന്നേരം 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നവർ അതൊക്കെ ഇട്ടിട്ട് ഓടുകയാണ്. വാരിക്കുന്തവും കിട്ടിയ ആയുധങ്ങളും വാക്കത്തിയൊക്കെ ആയിട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മുടെ കൊറ്റവം പള്ളിയിൽ അന്നത്തെ വലിയൊരു ജന്മിയും കോൺട്രാക്ടറും ഒരു കൂപ്പ് ലേലം കോൺട്രാക്ട് ചെയ്തിരുന്ന പാട്ടയത്തെ കുഞ്ഞാവര ചേട്ടൻ്റെ 1940കളിലെ ഇളനീല നിറത്തിലുള്ള ഫോർഡ് ലോറികൾ, ഒരു 10-20 ലോറികൾ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ലോറി ഇങ്ങോട്ട് വരികയാണ്. അടുത്തുള്ള പള്ളിയിൽ നിന്നെല്ലാം ജനങ്ങളെ ഈ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ അങ്കമാലിയായിരുന്നു അന്നത്തെ ഒരു ടൗണും ഒരു ഭരണ ആസ്ഥാനവും എന്ന് പറയാം. അങ്ങനെ ഈ കുഞ്ഞാവര ചേട്ടൻ്റെ ലോറികൾ നിന്നടിക്കുകയാണ് ജനങ്ങളെ. നടുവട്ടം, മലയാറ്റൂർ, കോറ്റമം, കൈപ്പട്ടൂർ എന്ന് വേണ്ട സർവ്വ പള്ളികളിൽ നിന്നും ആൾക്കാരിങ്ങനെ ട്രിപ്പടിച്ച് അങ്കമാലിയിലെത്തുകയാണ്. അങ്ങനെ പല ഭാഗത്തു നിന്നും ചുറ്റുപാടുമുള്ള പല പള്ളികളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്നവിടെ
അങ്കമാലിയിൽ ഒത്തുകൂടിയത്. നൗ ഇത്രയും ജനങ്ങൾ വന്ന് ആവേശത്തിരപ്പിലാണ്. അവർ കാര്യമൊന്നും അറിയുന്നില്ല, ഡീറ്റെയിൽസ് അറിയുന്നില്ല. എന്നാലും ഈ ബ്രെയിൻ വാഷിങ്, അച്ഛന്മാരുടെ ബ്രെയിൻ വാഷിങ് ഇട്ട് ഇവർ വളരെ ആവേശത്തിലാണ്. ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമല്ല, മാസ് ഹിസ്റ്റീരിയ. അവർ അവിടെ ചെന്നിട്ട് എല്ലാ തല്ലിപ്പൊളിക്കുന്നു. പിന്നെ രജിസ്ട്രാർ ഓഫീസ് തുടങ്ങി ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഓഫീസുകളും തല്ലിപ്പൊളിക്കുന്നു. വളരെ ജനങ്ങൾ വളരെ ആക്രമാസക്തമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് ഇങ്ങനെ നിൽക്കാക്കള്ളിയില്ലാതെയായി. ഈ പോലീസ് ഫോഴ്സ് ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു ജനക്കൂട്ടത്തെ പോലീസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 10,000-കണക്കിന് ജനങ്ങളാണ് അവിടെ അന്ന് തടിച്ചു കൂടിയത് കേട്ടോ, അങ്കമാലിയിൽ. അങ്കമാലി അന്നത്തെ അങ്കമാലി എന്ന് പറയുന്നത് ഇന്നത്തെ അങ്കമാലിയല്ല. വളരെ ചുരുക്കം പിന്നെ കടകളുമൊക്കെ ഉള്ളത് അവിടെ. ആ കപ്പേളയുണ്ട്, പിന്നെ അതിൻ്റെ 2 വശത്തും ഓരോ കടകളുണ്ട്. അതൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അങ്ങനെ പോലീസിന് യാതൊരു രക്ഷയില്ലാതെ ആയപ്പോഴത്തേക്കും അവർ വെടിവെക്കുകയാണ് ചെയ്തത്. ആ വെടിവെച്ച് അവിടെ 5 പേര് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരിൽ 2 പേര് എൻ്റെ അയൽപക്കത്തുകാരാണ്. ഒന്ന് ഒരു കോയിക്കര, ഒന്ന് ഒരു കോലഞ്ചേരി, തോടിനക്കരെയുള്ള തോട്ടകം. അങ്ങനെ 2 ജീവൻ എനിക്കറിയാവുന്നത് തന്നെ അവിടെ ഈ വെടിവെപ്പിൽ പൊലിഞ്ഞു. കൂടാതെ മറ്റു 3 പേരും. വിമോചന സമരത്തിൽ ഈ 5 പേര് മാത്രമല്ല മരിച്ചത് കേട്ടോ. വിമോചന സമരത്തിൽ പലയിടത്തായിട്ട് ഏതാണ്ട് 15ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം, ഫോർട്ട് കൊച്ചിയിൽ ഒരു ഫ്ലോറൻസ്, ഗർഭിണിയായിരുന്നു ഫ്ലോറൻസ്. അതിനെ ചൊല്ലിയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ഈ സമരത്തിന് മാക്സിമം ഉപയോഗിച്ചു. അത് ഈ ജനകീയ സമരത്തിന് ആക്കം കൂട്ടി എന്ന് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു സർക്കാരിന്. 1959 കംപ്ലീറ്റ് അരാജകത്വമായി കേരളത്തിൽ. മുണ്ടശ്ശേരി പദ്ധതി വേണ്ട എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം. മുണ്ടശ്ശേരിയുടെ ഈ വിദ്യാഭ്യാസ മേഖല ദേശീയവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം. അന്ന് നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. നെഹ്റുവിന് നിർവാഹമില്ലാതെയായി. അദ്ദേഹം സർക്കാരിനെ പിരിച്ചുവിട്ടു. അവിടെ പ്രസിഡൻഷ്യൽ റൂള് നടപ്പിലാക്കി. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ സഭയിൽ ഒരു വിമോചന സമരത്തിന് സമയമായി. സത്യമായിട്ട് ഞാൻ പറയുന്നു, നമ്മുടെ സഭയിൽ ഒരു വിമോചന സമരം, സഭയിലെ ഭരണ സംവിധാനത്തെ നിലംപരിശാക്കി താഴെ ഇറക്കി അവിടെ ഒരു ശുദ്ധകലശം നടത്തുവാനുള്ള സമയമായി. കാരണം അതുപോലുള്ള ഭീകരഭരണം, ഏകാധിപത്യ ഭരണം, സ്വച്ഛാധിപത്യം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. സത്യസന്ധരല്ലാത്ത, വിശ്വാസമില്ലാത്ത സഭാ നേതൃത്വം, സത്യസന്ധതയില്ലാത്ത അഴിമതിക്കാരായ മന്ത്രിസഭ എന്ന് പറയാവുന്ന ക്യൂരിയ, അവരുടെ തോന്നിവാസമാണ് ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നവർക്ക് സഭയോട് സ്നേഹമോ ജനങ്ങളുടെ വിശ്വാസത്തിന് വിലയോ, ഈ പറഞ്ഞവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പോലും എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്വന്തം ആട്ടിൻപറ്റത്തെ കടിച്ചു കീറുവാൻ ചെന്നായിക്കൂട്ടത്തെ അഴിച്ചുവിടുന്ന ഹൃദയമില്ലാത്ത ഒരു സഭാ നേതൃത്വമായി നമ്മുടെ ഇടയ സമൂഹം. സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് ഈ നമ്മുടെ സഭാ നേതൃത്വം. പറയുന്നത് ഇപ്പോൾ നമ്മുടെ ബോസ്കോ നമ്മുടെ സഭയിൽ ചെയ്തു കൂട്ടിയ കുരുത്തക്കേടുകൾ നിങ്ങൾക്കറിയാം. അതിനു മുമ്പ് താഴത്ത് ചെയ്തു കൂട്ടിയ കുരുത്തക്കേടുകൾ നമുക്കറിയാം. പുത്തൂർ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരം, നിയമവിരുദ്ധവും കാനോനിക നിയമവിരുദ്ധവുമായ തോന്നിവാസങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ടുണ്ട്, പാമ്പ്ലാനി വന്നിട്ടുണ്ട്. ലക്ഷണം കണ്ടിട്ട് അദ്ദേഹം വിജയിക്കാൻ പോകുന്ന ലക്ഷണമില്ല. കാരണം ഇവരുടെ ഉള്ളിൽ ഒരൊറ്റയ്ക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു അജണ്ട. ആ അജണ്ട മനസ്സിൽ വെച്ച് പെരുമാറുന്നിടത്തോളം കാലം, പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ സഭയിൽ സമാധാനം ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ സഭയിൽ കലാപമുണ്ടാക്കുവാൻ തട്ടിൽ പിന്നിൽ നിന്ന് ആഹ്വാനം ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഒരു മേലധ്യക്ഷൻ, ഒരു സഭാ തലവനാണ് എന്ന് നോക്കണം. ആ സഭാ തലവൻ തന്നെ തങ്ങളുടെ പള്ളികളിൽ അലോരസവും അലമ്പും ഉണ്ടാക്കാനും വൈദികർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുവാനും അദ്ദേഹം പ്രോത്സാഹനം കൊടുക്കുകയാണ്. ലോകത്തിലേത് സഭയിൽ ഇത് നടക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സഭയിൽ ഒരു വിമോചന സമരം അത്യന്താപേക്ഷിതമാണ്. ഈ അധികാര ഭരണ കേന്ദ്രത്തെ നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് തുടച്ചു നീക്കി നമുക്ക് ജവഹർലാൽ നെഹ്റു അന്ന് തന്ന പ്രസിഡൻഷ്യൽ ഭരണം പോലെ മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ടുള്ള ഒരു ഭരണം ഇവിടെ സംജാതമാകണം. അതാണ് നമുക്ക് വേണ്ടത്. മാർപ്പാപ്പയ്ക്ക് താങ്ങാൻ പറ്റാത്ത വിധം എറണാകുളത്ത് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അദ്ദേഹം നിയമം കയ്യിലെടുത്ത് ഈ മന്ത്രിസഭയെ അല്ലെങ്കിൽ ഈ സഭാ നേതൃത്വത്തെ മാറ്റി മാർപ്പാപ്പ നേരിട്ട് അന്ന് നെഹ്റു ചെയ്ത പോലെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമരമുറ സ്വല്പം കൂടി ഊർജിതമാക്കണം, ശക്തമായ നിലപാടെടുക്കണം, ശക്തമായി ജനങ്ങൾ ഒത്തുകൂടണം, സന്യസ്തരും എല്ലാവരുമായി. പറയുന്നത് നമുക്ക് ഈ ശുദ്ധീകരണം ഇന്നാരംഭിക്കാം, ഇവിടെ ആരംഭിക്കാം. ഈ വിമോചന സമരം ഈ തോന്നിവാസികളെ, ഈ സ്ഥാനക്കുതിയന്മാരായിട്ടുള്ള നമ്മുടെ സഭാ നേതൃത്വത്തെയും അവരെ പിന്തുടരുന്ന ഈ അഴിമതി രാജാക്കന്മാരായ
കൂരിയായെയും മറ്റ് അധികാര കസേര മോഹം കണ്ട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന വ്യാജ പുരോഹിതരെയും നമ്മളുടെ സഭയിൽ നിന്ന് പുറത്തു കടത്തി നമുക്ക് ശുദ്ധകലശം നടത്താം. അതാണ് നമ്മുടെ ആവശ്യം. ഇന്നത്തെ ഓരോ ഉത്തമ കത്തോലിക്കിൻ്റെയും കടമ അതാണ്. സഭയെ കാത്തു സൂക്ഷിക്കേണ്ടത് സഭ തലവന്മാരല്ല. അവർ സുഖലോലുപതയിൽ മുഴങ്ങി അവരുടെ വിശ്വാസം അവർ നഷ്ടപ്പെടുത്തി. ദൈവത്തിലും നമ്മുടെ ആരാധന ക്രമങ്ങളിലുള്ള വിശ്വാസം അവർക്ക് പോയി. അത് ഞാൻ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്, ഓരോ വിശ്വാസികളുടെയും ഓരോ വൈദികരുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്.